നോക്ക്. രണ്ടുപേരും ഒരുപോലെയാ. എന്നാ പറഞ്ഞാലും മതിയല്ല. 2 വള്ളങ്ങളുടെയും വലകളുടെയും ഈടിന്റെ പുറത്ത് 750 രൂപ നിങ്ങൾക്ക് ഞാൻ തരണു. 1 കൊല്ലം കാലാവധി. മുതൽ പലിശ സഹിതം മടക്കി തന്നില്ലെങ്കിൽ മേൽപ്പടി വള്ളങ്ങൾ 2ഉം വലകളും എന്നിൽ ചേരുന്നതാണ്. അതാണല്ലോ നിയമം. എങ്കിൽ കാലാവധി 2 കൊല്ലം വെക്കാൻ പാടില്ലേ ഔസേപ്പ് മാപ്പിളെ? അയ്യോ, ഇത് കറങ്ങുന്ന പണമല്ലേ. എവിടാ ഒപ്പ്? ദാ ഇവിടെ. ഇതാ 750 രൂപ. അത് വള്ളം നന്നാക്കാൻ വെച്ചിരിക്കുന്ന രൂപ അല്ലേ മോനെ? അത് ഞാൻ എങ്ങനെ എടുത്തു തരും? അമ്മച്ചിക്ക് വള്ളം വരെയാണ് വലുത്. അമ്മച്ചിയുടെ സുഖമായി കഴിഞ്ഞു. ഇല്ല മോനെ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ പാടൊക്കെ പെട്ടത്. ഇനി ഇതുകൂടി ചെയ്തേക്കാം. അമ്മച്ചി ഇതുവരെ കണ്ടിട്ടില്ല മോനെ. ഇത് 200 ഉള്ളു മോനെ. ഇത് മതി അമ്മച്ചി. അത് മതി മോനെ. ഇനി അമ്മച്ചിനെ വിഷമിപ്പിക്കാതെ. എന്നാ ഞാൻ പോട്ടെ അമ്മച്ചി. ഇനി എന്നാണ് മോനെ അമ്മച്ചി നിന്നെ കാണുന്നത്? ഞാൻ വരാം അമ്മച്ചി, ഞാൻ വരാം മോനെ. രൂപ എടുത്ത് മകന് കൊടുത്ത ഇറങ്ങിവിടുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ്? മേലോട്ട് കയറി പോയത്. അയാളോട് അച്ഛൻ കുഞ്ഞേട്ടൻ ഒന്ന് പറഞ്ഞു നോക്കാൻ പാടില്ലേ? ആരോടാ? ചെമ്പങ്കുഞ്ഞനോടാ? നല്ല ചേലായി പോയി. ഞാൻ അയാളെ ഒളിച്ചു നടക്കാണ്. അതെന്താ? ഞാൻ മാത്രാണല്ലോ കല്യാണം നടന്നത്. ഇപ്പൊ ആപ്പിലാണ്. നമ്മളിങ്ങനെ നിന്ന് സംസാരിച്ച് സമയം കളയണ്ട. തുറേ ചെന്ന് അച്ഛനോട് കാര്യം പറയാം. നല്ലതാണ്. എന്താണ് പറയണെന്ന് കേക്കട്ടെ. അമ്മ ഇപ്പൊ എന്നാ ചെയ്യും? എന്നാലും നമ്മളും പെണ്ണുങ്ങളല്ലേ, നമ്മ ഇതങ്ങനെ കണ്ടോണ്ടിരിക്കും. വല്ല ഏനക്കേടും വരുത്തി വെക്കൂ. സന്ധ്യാവുമ്പോ അവളെ ആരെങ്കിലും വിളിച്ചോണ്ട് പോവായിരിക്കും. ഈ പുള്ളിന്റെ നാവില് നല്ലത് വരൂല. നിങ്ങൾ ഇവിടെ തന്നെ എങ്ങനെ ഇരിക്കാൻ പോവാണോ? നേരെ ഒന്ന് സന്ധ്യ ആയിക്കോട്ടെ നല്ല പെണ്ണെ, ഞാൻ എവിടെയെങ്കിലും പൊക്കോളാം. നിങ്ങൾക്ക് എന്റെ വീട്ടിൽ കഴിയാം. വാ വരുന്നേരം.
പൊന്നുമോളെ പൊന്നാര പൊന്മോളെ കറക്കമ്മോ കറക്കമ്മ കുഞ്ഞു കരയണ കേട്ടില്ലേ? ഓ ഇങ്ങനെയാ കൊച്ചുകളെടുക്കുന്നത്? പിന്നെ ഞാൻ ഇന്നലെ ഇവിടെ കൊച്ചിനെടുത്തൊന്നും നടക്കല്ലായിരുന്നു. പെൺകൊച്ചുകളെ അധികം പുന്നാരിക്കരുത് കേട്ടോ. ആ എന്റെ മോളെ ഞാൻ നോക്കിക്കളാം. ഓ ഒരച്ഛനും മകള്. നമുക്കൊന്ന് വീട്ടിലോട്ട് പോവാം. എല്ലാരും കൊച്ചിനൊന്ന് കാണട്ടെ. പഞ്ചമി ഒന്ന് കാണാൻ വരും. പഞ്ചമി കാണാനും പറഞ്ഞ മേത്തച്ചെറുക്കനെ കാണാനല്ലേ? ഇനി നിങ്ങളത് മറന്നിട്ടില്ല. എനിക്ക് പോണ്ട. നീ കൊച്ചിനെ കരയ്ക്കത്ര മുലയോട്. എനിക്ക് വള്ളത്തെ പോകാൻ സമയമായി. നീ പോയാടി. പഞ്ചമി ഇങ്ങോട്ട് വാ മോളെ, ഇങ്ങോട്ട് വാ മോളെ. വാ 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 എന്റെ മോള് വാ മോളെ 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 മോളെ. അച്ഛാ നമുക്ക് ചേച്ചിനെ കൊണ്ടുവരാം അച്ഛാ. ചേച്ചി പാവം. ആരെ കൊണ്ടുവരാ? അവന്റെ കൂടെ പൊളിഞ്ഞിട്ട് അവൻ ഇപ്പോഴും കടപ്പുറത്തുണ്ട്. നിനക്കും അവിടെ പോയാകടാ. ആ എന്റെ വീട്ടിൽ കെട്ടണം. പോയി പോയി പോയി. എന്താ പഞ്ചമി? അച്ഛൻ എന്നെ വഴക്കു പറഞ്ഞു. ഇനി എന്നെ കൊണ്ട് ആ വീട്ടിൽ ജീവിക്കാൻ ഒക്കില്ല. ഞാൻ ഈ ചേച്ചിയുടെ അവിടേക്ക് പോവാണ്. ഈ ചേച്ചിയെ ഞാൻ ചോദിച്ചതായി പറയും. പഞ്ചമി പൊയ്ക്കോളൂ. തനിക്ക് ഞാൻ എത്ര രൂപ തരാണ്ടോ? എനിക്കിത് വേണ്ട. ആഹാ, അത് പറഞ്ഞാൽ പറ്റൂല. ഇതാ ഇതാ എന്റെ ഇത്രയേ ഉണ്ട്. ഇത് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഇത്രയേ ഉള്ളു. പിടിച്ചോ. നിങ്ങൾ നന്നായി വാ. ഞങ്ങൾ മുടിഞ്ഞു പോട്ടെ, ഞങ്ങൾ മുടിഞ്ഞു പോട്ടെ, ഞങ്ങൾ മുടിഞ്ഞു പോട്ടെ, ഞങ്ങൾ മുടിഞ്ഞു പോട്ടെ. ചേച്ചി ചേച്ചി മോളെ പഞ്ചമി, എത്ര നാളായി മോളെ കണ്ടിട്ട്. മോളെ ഒറ്റയ്ക്കാണോ വന്നത്? മോളെവിടെ? മോള് ചേച്ചിനെ അറിയാ?
മോളുടെ പേരെന്താ ചേച്ചി? പേരിട്ടിട്ടില്ല മോളെ. എന്നാ ഞാൻ പേരിടാം. എന്റെ മോള് വളരെ ക്ഷീണിച്ചല്ല. മോള് വല്ലതും കഴിച്ചാ? എന്നാ വാ. ആ കൊച്ചി ജനിച്ച നേരം നല്ലത്. ആരെങ്കിലും ആ കൊച്ചിനെ കണ്ട? ഞാൻ കണ്ട്. ആ എങ്ങനെ ഇരിക്കണ്? എന്താ ആ മേത്ത ചെറുക്കനെ വാർത്തു വെച്ചിരിക്കണ്. ആ കണ്ണും ആ മൂക്കും. എന്നിട്ട് ഇപ്പൊ അച്ഛൻ എവിടാന്ന് അറിയാൻ പാടില്ലേ മോളെ? കടാപ്പുറത്തുണ്ട് ചേച്ചി. പ്രാന്തായിട്ട് നടക്കുക. കൊച്ചു മുതലാളി ഇപ്പോഴും കടാപ്പുറത്തിരുന്ന് പാടാറുണ്ട്. ആ ചിലപ്പോഴൊക്കെ പാടും. എന്താ ചേച്ചി? ഒന്നുമില്ല മോളെ, ഒന്നുമില്ല. പിന്നെ ഇച്ചേച്ചി ഇന്നാളി ഞാൻ കൊച്ചുമലയാളി കണ്ട ഇച്ചേച്ചിയുടെ കാര്യം വല്ലതും ചോദിച്ചു. എന്തെന്ന് ചോദിച്ചു? നീ എപ്പ ചെല്ലുമെന്ന് ചോദിച്ചു. നിനക്ക് അവനോട് ഇഷ്ടമുണ്ടാ? ഉണ്ട്. ഞാനില്ലാത്തപ്പോ അവൻ ഇവിടെ വരാറുണ്ടാടി.